അഹിംസാത്മകമായ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഉപയോഗങ്ങളിലൂടെ വികസനവും പുരോഗതിയും എന്നുള്ളതാണ്. വളരെ ഗാന്ധിയൻ കാഴ്ചപ്പാടാണ് അത് ഉൾക്കൊള്ളുന്നത്. ആണവ നിലയം കേരളത്തിന് അനിവാര്യമാണോ എന്നുള്ള ചർച്ച ഇന്നിവിടെ ശാസ്ത്രവേദി തുടക്കം കുറിക്കുമ്പോൾ എനിക്ക് പറയാൻ ആഗ്രഹം അതിൽ യാതൊരു നിലപാടും ശാസ്ത്രവേദി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ശാസ്ത്രബോധമുള്ളവർ ഓരോ വിഷയങ്ങളെക്കുറിച്ചും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കൂ. അതിൻ്റെ എല്ലാ വസ്തുതകളും നമ്മൾ ശേഖരിക്കുകയും അപഗ്രഥിക്കുകയും വൈദഗ്ധ്യമുള്ളതായിട്ട് സംസാരിക്കുകയും അതിനെ അനുകൂലിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന അശ്രദ്ധം ശ്രവിക്കുകയും അതിനുശേഷം ഇതെല്ലാം ചേർത്ത് ചർച്ച ചെയ്ത് വളരെ അവധാനതയോടുകൂടി മാത്രമേ ഒരു നിലപാടിലേക്ക് നീങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ശാസ്ത്രവേദി പ്രവർത്തിക്കുന്നത്. ശാസ്ത്രബോധം എന്ന് പറയുന്നത് നമ്മളൊരു തീരുമാനമെടുക്കുകയും അതിന് വേണ്ടുന്ന ന്യായങ്ങൾ കണ്ടുപിടിക്കുകയും അതിനെതിരായുള്ള ന്യായങ്ങളെ അരിഞ്ഞു വീഴ്ത്തുകയും ചെയ്യുക എന്നല്ല. ശാസ്ത്രബോധം എന്നത് എപ്പോൾ വേണോ നമ്മുടെ അഭിപ്രായത്തിന് മാറ്റമുണ്ടാകാം എന്നുള്ള തിരിച്ചറിവാണെന്ന് എനിക്ക് തോന്നുന്നു. വസ്തുതകൾ കൂടുതൽ നമ്മുടെ മുന്നിലേക്ക് വരുന്തോറും നമുക്ക് തീരുമാനങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരും എന്നുള്ള തിരിച്ചറിവാണ് ശാസ്ത്രബോധത്തിൻ്റെ ഒരു ഘടകം. ശാസ്ത്രവേദി അത്തരത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. എന്തെങ്കിലും ഒരു കെട്ടുപാട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ശാസ്ത്രവേദിക്ക് ഇല്ല. കേരളത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളതിൽ ജനാഭിലാഷം എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. അത് മറികടന്നിട്ട് നമുക്ക് യാതൊരുവിധ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അത് കേരളയിലാകട്ടെ, ആണവ നിലയമാകട്ടെ, മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമാകട്ടെ. ഞാൻ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സാങ്കേതിക വിദ്യയെ 22 വർഷം തിരസ്കരിച്ചിട്ടുള്ള ഒരാളാണ്. 2000 ആണ്ട് മുതൽ മൊബൈൽ ഫോൺ പ്രചാരത്തിലായ കാലം മുതൽ ഈ 2022 വരെ ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. പക്ഷെ ഒരു വർഷം കൊണ്ട് ഞാൻ അതിനെ അടിമപ്പെടുകയും ബാക്കി എല്ലാവരെയും പോലെ അതിൻ്റെ ഒരു സാധാരണ ഒരു ഉപയോക്താവായിട്ട് മാറുകയും ചെയ്തു. പക്ഷേ എനിക്ക് അതിൽ നിന്നൊരു വലിയ അനുഭവ സമ്പത്ത് പറയാനുണ്ട്. സാങ്കേതിക വിദ്യയുടെ സൗകര്യങ്ങൾ അത് തരുന്ന പ്രലോഭനങ്ങൾ എന്ന് പറയുന്നത് പൊതുജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഒരിക്കലും അവഗണിക്കാൻ ഒക്കുന്ന കാര്യങ്ങളല്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് തിരിച്ചറിയുന്നു. അപ്പോൾ ആണവ നിലയത്തിൻ്റെ കാര്യത്തിൽ പൊതുവിൽ കേരളത്തിൻ്റെ ഊർജ മേഖല എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നമ്മുടെ ആവശ്യങ്ങൾ എന്താണ്, ജനാഭിലാഷം എന്താണ്, കണക്കുകൾ എന്താണ്, ഇതെല്ലാം പരിശോധിക്കുകയും എന്തൊക്കെ തരത്തിലുള്ള ഊർജ സാധ്യതകളാണ് കേരളത്തിനുള്ളത്, അതിനെയൊക്കെ എങ്ങനെ നമുക്ക് പരിഗണിക്കാം, ഇതുവരെ പരിഗണിച്ചു. ഇത് ആണവ നിലയം പാടില്ല എന്നൊരു നിലപാട് പറയുന്നവർക്ക് വേറെ വലിയ ഒരു ഉത്തരവാദിത്വം കൂടെ മുന്നിലുണ്ട് എന്ന് ശാസ്ത്രവേദി മനസ്സിലാക്കുന്നു. ശരി, ആണവ നിലയം വേണ്ട എങ്കിൽ പകരമുള്ള കാര്യം നമ്മൾ എന്താണെന്ന് പറയേണ്ടി വരും. ആ പകരമുള്ള കാര്യങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവും പാരിസ്ഥിതികവുമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടി കൂടി വരും. അതുകൊണ്ട് വളരെ ലാഘവത്തിലുള്ള കാര്യമല്ല നമുക്ക് ആണവ നിലയം വേണമോ വേണ്ടയോ എന്ന് പറയുന്നത്. വേണമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ, അപകട സാധ്യതകൾ, പ്രത്യേകിച്ച് ആണവ നിലയത്തിനെ സംബന്ധിച്ച് ഇതിൻ്റെ വേസ്റ്റ്, റേഡിയേഷനുള്ള വേസ്റ്റ് എങ്ങനെ സംസ്കരിക്കും, അതിൻ്റെ കാര്യങ്ങളെ എങ്ങനെ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും എന്നുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് വളരെ സങ്കീർണമായിട്ടുള്ളൊരു ചോദ്യമായിട്ട് ശാസ്ത്രവേദി സ്വീകരിക്കുകയാണ്. വളരെ സങ്കീർണമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതിൽ എടുത്തു ചാടി ഒരു നിലപാട് പ്രഖ്യാപിക്കുന്നതിൽ ശൗര്യത്വം ഉണ്ടെന്ന് ശാസ്ത്രവേദി കരുതുന്നില്ല. അത് ശാസ്ത്രീയമായ സമീപനമാണെന്നും കരുതുന്നില്ല. ഇപ്പോൾ ഒരു വലിയ പഠനത്തിന് തുടക്കം കുറിക്കാനാണ് ഇന്നത്തെ ചർച്ച. നമുക്ക് രണ്ട് ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ കേൾക്കാൻ സാധിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. ഡോക്ടർ എ വി സതീഷ് കൂടംകുളം ആണവ നിലയത്തിൻ്റെ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി തന്നെ ചുമതലപ്പെട്ട ഒരു ഓഫീസറാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളും അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് ഉത്തരം പറയാൻ സാധിക്കും. പ്രൊഫസർ ആർ വി ജി മേനോൻ, നമുക്കെല്ലാം അറിയാം, 1997 തോന്നുന്നു, 90കളിൽ അവസാനം ഒരു ആണവ നിലയം കൊണ്ടുവരാനായിട്ട്, കണ്ണൂർ ആണവ നിലയം കൊണ്ടുവരാനായിട്ട് ശ്രമം നടന്നപ്പോൾ അദ്ദേഹം ശാസ്ത്രാർത്ഥ പരിഷത്തിലെ വളരെ മുതിർന്ന ഒരു പ്രവർത്തകനാണെങ്കിലും അദ്ദേഹം അന്ന് അനർട്ടിൻ്റെ ഡയറക്ടറായിരുന്നപ്പോൾ അദ്ദേഹം അതിനെതിരായിട്ട് സംസാരിക്കുകയും അന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരായിട്ട് സംസാരിക്കുകയും ശ്രീ കെ നയനാർ എല്ലാം ചെയ്ത സംഭവം ഞാൻ ഓർക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് ശാസ്ത്രത്തിനോടാണ് പ്രാഥമികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കടപ്പാട് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞത്. പക്ഷേ ഞാൻ കൗതുകത്തോടെ കാത്തിരിക്കുന്നു അദ്ദേഹം എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ. കാരണം ആ കഴിഞ്ഞ
30 വർഷത്തിനിടയ്ക്ക് കരവനയാറ്റിലൂടെ ഒരുപാട് വെള്ളം ഒഴുകിപ്പോയതുകൊണ്ടും സാങ്കേതിക വിദ്യയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ടും ഒരുപാട് പുതിയ സാധ്യതകൾ വന്നിട്ടുള്ളത് കൊണ്ടും സാർ എന്ത് പറയുന്നു എന്ന് അറിയാനായിട്ട് തുറന്ന മനസ്സോടെ കാത്തിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് നമുക്കറിയാം, അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമല്ല, അദ്ദേഹം നന്നായിട്ട് പുസ്തകം വായിക്കുന്ന ഒരാളാണ്. നമ്മളെയൊക്കെ അതിശയപ്പെടുത്തുന്ന രീതിയിൽ ഏറ്റവും പുതിയ മാറ്റങ്ങളെക്കുറിച്ചും, അത് യുവാൽ ഹരാരി ആണെങ്കിലും ശരി, അദ്ദേഹം ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വളരെ ഭീമാകാരനായിട്ടുള്ളൊരു പുസ്തകമാണെങ്കിലും ശരി, അപ്പോൾ അതിൻ്റെ കാഴ്ചപ്പാടും രാഷ്ട്രീയമായിട്ടുള്ള നിലപാടും എല്ലാം ചേർത്താണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കാനായിട്ട് നമ്മളിരിക്കുന്നത്. എന്തായാലും ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുന്നു. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള നിലപാടിനെക്കുറിച്ചും ശാസ്ത്രീയ സാങ്കേതിക നിലപാടിനെക്കുറിച്ചും കേൾക്കാനാണ്. നമ്മൾ യാതൊരുവിധ തീരുമാനങ്ങളിലോട്ടും ഈ ഇന്നത്തെ ചർച്ച കഴിഞ്ഞ ശേഷം പ്രവേശിക്കുന്നില്ല. ശാസ്ത്രവേദി കരുതുന്നു ഇതൊരു തുടക്കം, ചർച്ചയുടെ തുടക്കമാണ്. ഉടനെ തന്നെ ഇതിനുവേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റി ഇൻഹൗസ് ഡിസ്കഷൻ നടത്തി അതിനുശേഷം ആ ഡിസ്കഷൻ്റെ കരട് നമ്മൾ വീണ്ടും ചർച്ച ചെയ്തതിന് ശേഷമേ ഒരു നിലപാടിലേക്ക് നീങ്ങുകയുള്ളൂ എന്ന് എല്ലാവരിടത്തും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അഭിപ്രായം പറയുന്നവരാരും തന്നെ ശൗര്യം ഒരു പരിധി വകയേണ്ട കാര്യമില്ല. കാരണം ഇന്ന് നമ്മളൊരു തീരുമാനത്തിലോട്ടോ ഒരു ഏകതയിലോട്ടോ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് എടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ശാസ്ത്രവേദിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പ്രവീൺ സാഗർ. ആരാധനായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സാർ, RVG മേനോൻ സാർ, ശാസ്ത്രവേദിയുടെ സംസ്ഥാന ഭാരവാഹി, പ്രിയപ്പെട്ട ഡെലിഗേറ്റ്സ്, ശാസ്ത്രവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ പോലെ ഒരു തുറന്ന ചർച്ചയാണ് ശാസ്ത്രവേദി ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്ലസും നെഗറ്റീവും എല്ലാം പറഞ്ഞുകൊണ്ടുള്ള തുറന്ന ചർച്ച. ഇതിൽ ഒരു കൺക്ലൂഷനിലേക്കോ ഫോർഗോൺ കൺക്ലൂഷനിലേക്കോ അല്ലെങ്കിൽ ക്ലൈമാക്സ് കൺക്ലൂഷനിലേക്കോ ഒന്നും നമ്മൾ പോകുന്നില്ല. ചർച്ചയുടെ തുടക്കം. കേരളത്തിൽ ഇന്ന് ആദ്യമായി ഈ വിഷയത്തിൽ ഒരു ചർച്ച തുടങ്ങി വെക്കുന്ന പ്രസ്ഥാനം ശാസ്ത്രവേദി എന്നൊരു പ്രസ്ഥാനമാണ്. അപ്പോൾ നമ്മൾ ഈ ചർച്ചയുടെ ബാനറും നോട്ടീസും ഒക്കെ പുറത്തു വിട്ട സമയത്ത് തന്നെ കുറേ ആൾക്കാർ നമ്മളെ ഫോണിൽ ബന്ധപ്പെടുകയും കുറേ ആൾക്കാർ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇത് വേണം എന്ന് പറഞ്ഞുകൊണ്ട്, ചില ആൾക്കാർ നഖശികാന്തം എതിർത്തുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പറയുണ്ടായി. അപ്പം ഒരു മിനിറ്റ് കൊണ്ട് ഞാനൊന്ന് സൂചിപ്പിച്ച് സതീഷ് സാറിന് ഒരു ആമുഖം ഇട്ടുകൊടുക്കുകയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ആ ഒരു കാലഘട്ടം 1947 മുതൽ 1950 വരെ ഇന്ത്യയിൽ ഉണ്ടാകുന്ന വൈദ്യുതി ഉൽപ്പാദനം എന്ന് പറയുന്നത് 1300 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി ആയിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. പിന്നീട് 2012 കേന്ദ്ര അറ്റോമിക് എനർജി കമ്മീഷന്റെ റിപ്പോർട്ട് വന്നപ്പോൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എന്ന് പറയുന്നത് 2.06 ലാക്ക് മെഗാവാട്ട് ഇലക്ട്രിസിറ്റി ആയിരുന്നു. അന്ന് ആ റിപ്പോർട്ട് പ്രകാരം അന്ന് ഇന്ത്യയിലെ ഉപയോഗം എന്ന് പറയുന്നത് 4.5 ലാക്ക് മെഗാവാട്ട്, അതായത് 2.06 ഉത്പാദിപ്പിക്കുമ്പോൾ 4.5 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ കാലഘട്ടം മാറി, ഗാർഹിക ഉപയോഗങ്ങളിൽ തന്നെ മാറി, ഒരു വീട്ടിൽ തന്നെ 3-4 AC വന്നു, വാണിജ്യ ആവശ്യങ്ങൾ മാറി, വ്യവസായ ആവശ്യങ്ങൾ മാറി, ഇപ്പോൾ പൊതുഗതാഗത സംവിധാനങ്ങളിൽ പോലും ഇലക്ട്രിസിറ്റി വരാൻ തുടങ്ങി. അങ്ങനെ 2020 ഒരു റിപ്പോർട്ട് പ്രകാരം 3 ലക്ഷം മെഗാവാട്ട് വൈദ്യുതിയാണ് നമ്മൾ ഇപ്പോൾ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറയുന്നത് 7 ലക്ഷം മെഗാവാട്ട് വൈദ്യുതിയാണ്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഉത്പാദിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ ആവശ്യകത നമുക്കുണ്ട്. അങ്ങനെയാണ് ഈ പലരും ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന ഒരു ആശയത്തിലേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ജലവൈദ്യുത പദ്ധതികളുണ്ട്, താപവൈദ്യുത പദ്ധതികളുണ്ട്, കാറ്റാടി യന്ത്രങ്ങളുണ്ട്, സൗരോർജ്ജ യന്ത്രങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന വൈദ്യുതിയിൽ 65% എന്ന് പറയുന്നത് താപനിലയങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പൊ ബാക്കിയുള്ള എല്ലാവരും കൂടെ ജലവൈദ്യുത പദ്ധതികളാവട്ടെ കാറ്റാടി യന്ത്രങ്ങളാവട്ടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ വർഷം മുമ്പ് പറഞ്ഞിരുന്നത് നമ്മൾ ഉള്ള കോളിന്റെ ഡിപ്ലീഷൻ, കോൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 80 കൊല്ലത്തേക്ക് മാത്രമേ നമുക്ക് കോൾ അല്ലെങ്കിൽ ഓയിൽ, നാച്ചുറൽ ഗ്യാസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുള്ളൂ, കൽക്കരിയുടേതുള്ളൂ. അപ്പോൾ ഈ കോള് 80 കൊല്ലത്തേക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ 20 കൊല്ലം മുമ്പാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് 20 കൊല്ലം കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഗാർഹിക ഉപയോഗത്തിൽ മാറ്റം വന്നു. അന്നത്തെ റേറ്റ് ഓഫ് കൺസംഷൻ വെച്ചാണ് നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞത്. ഇന്ന് ഈ 60 കൊല്ലത്തേക്ക് ഈ വിഭവങ്ങൾ ഉണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഒരു സിംഗിൾ സോഴ്സ് ഒന്നല്ല, ജലവൈദ്യുതി പദ്ധതി ആവട്ടെ, താപനിലയങ്ങളാവട്ടെ, ആണവ നിലയങ്ങളാവട്ടെ, എല്ലാവരും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്ത് പോകുന്ന ഒരു പ്രോസസ്സ് വേണമെന്നാണ് ചിലർ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇതിനെ എതിർക്കുന്നവരുടെ പക്ഷം എന്ന് പറയുന്നത് ആണവ നിലയങ്ങൾ സതീശേട്ടൻ പറഞ്ഞതുപോലെ പൊട്ടിത്തെറിക്കും, ജപ്പാനിൽ സംഭവിച്ച പോലെ സംഭവിക്കും, റേഡിയേഷന്റെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്, പരിസരത്ത് ആർക്കും താമസിക്കാൻ പറ്റില്ല, ന്യൂക്ലിയർ വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യും, ക്യാൻസർ പോലുള്ള രോഗാവസ്ഥകൾ റേഡിയേഷൻ പ്രകാരം ഉണ്ടാകുന്നു, അപ്പൊ ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും പറയും. ഇപ്പോൾ നമ്മൾ എന്തിനും ഏതിനും നമ്മൾ റെഫർ ചെയ്യുന്നത് വിശ്വഗുരുവായ ഗൂഗിളിനെയാണ്. അപ്പൊ വിശ്വഗുരുവായ ഗൂഗിളിൽ നമ്മൾ തപ്പിയാൽ നമുക്ക് കിട്ടുന്ന വിവരം കൊല്ലം, ആലപ്പുഴ ബീച്ചുകളിലാണ് ഈ റേഡിയോ ആക്റ്റീവ് മിനറൽസ് ഉള്ളത്.
അവിടെ ഉള്ള പ്രദേശവാസികളിൽ ക്യാൻസർ രോഗസാധ്യത വളരെ കൂടുന്നു. ഇത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനോ ഒരു സാങ്കേതിക അല്ലെങ്കിൽ ഒരു സയൻസ് സൊസൈറ്റിയോ ഒന്നും അംഗീകരിച്ച റിപ്പോർട്ടല്ല. പക്ഷെ നമ്മൾ വെറുതെ ഗൂഗിൾ ചേർത്താൽ ക്യാൻസർ ഇൻ ബീച്ചസ് ഇൻ കേരള എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവിടെയുള്ള ഈ റിച്ച് മിനറൽ കമ്പോസിറ്റ്സ് കാരണമാണ് ക്യാൻസർ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞ് പല റിപ്പോർട്ടുകളും നമുക്ക് കാണാം. അപ്പൊ ഇതൊക്കെ ശരിയാണോ, ഇതൊക്കെ തെറ്റാണോ എന്നുള്ള കാര്യം, ഇതിനെപ്പറ്റിയാണ് നമ്മുടെ ചർച്ച നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ശാസ്ത്രവേദി ഈ ഒരു ചർച്ച ഏറ്റെടുത്തത്. അപ്പൊ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഈ ഒരു ചർച്ചയെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വന്നത് AV സതീഷ് സാറിന്റെ പേരാണ്. AV സതീഷ് സാറ് 1992 ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ നിന്ന് ട്രെയിനിങ് പൂർത്തിയാക്കി ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ സയന്റിഫിക് ഓഫീസറായിട്ട് ചുമതല ഏറ്റെടുത്തു. 33 കൊല്ലമായി അവിടെ സയന്റിഫിക് ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കേരളത്തിലെ വിവിധങ്ങളായ യൂണിവേഴ്സിറ്റികളിൽ, ഇന്ത്യയിലെ വിവിധങ്ങളായ യൂണിവേഴ്സിറ്റികളിൽ, കോളേജിലൊക്കെ ശാസ്ത്ര അവബോധം കുട്ടികൾക്കും അധ്യാപകർക്കും കൊടുക്കുന്നത് AV സതീഷ് സാറാണ്. അപ്പോൾ ഈ സാറിനെ ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന സമയത്ത് തന്നെ ഞാൻ സാറിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സാറ് കൃത്യമായി ഭൗതിക ശാസ്ത്രം പറയുന്നതിനേക്കാൾ ഉപരി ശാസ്ത്ര സാങ്കേതിക വശങ്ങളെ പറ്റി പറയുന്നതിനുപരി ഇങ്ങനെ ഒരു സെമിനാറിന് വരുമ്പോൾ സാർ ഇതിന്റെ സാമൂഹ്യ വശത്തെ പറ്റി കൂടുതലായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കൽക്കട്ടയിൽ നിന്ന് ഒരു MBA ബിരുദം കൂടെ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾക്കും അതിന്റെ പോസിറ്റീവും നെഗറ്റീവും എല്ലാം സംസാരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. സാറാണ് ഇവിടെ പങ്കെടുക്കാൻ ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തി. ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഹൃദയപൂർവ്വം ശാസ്ത്രവേദിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ, നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ പറഞ്ഞുകൊണ്ട് സാറിനെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിനീതമായ നമസ്കാരം. ഇന്ന് ആണവ നിലയത്തിന്റെ പ്രശസ്തിയെക്കുറിച്ച് ഒരു ചെറിയ പ്രസന്റേഷൻ ചെയ്യാനാണ് എന്നെ ഇവിടെ നിയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇതില് കഴിഞ്ഞ 33 വർഷം ഇന്ത്യയിലെ വിവിധ ആണവ നിലയങ്ങളിൽ ആദ്യമായിട്ട് തുടങ്ങിയ താരാപൂർ ആണവ നിലയം, പിന്നെ നമ്മുടെ സ്വന്തം സാങ്കേതിക വിദ്യയിൽ തുടങ്ങിയ കൽപ്പാക്കം ആണവ നിലയം, പിന്നീട് നമ്മുടെ ഏറ്റവും അടുത്തുള്ള കൂടംകുളം ആണവ നിലയം തുടങ്ങിയ നിലയങ്ങളിലെ പരിചയസമ്പന്നത വച്ചുള്ള ചില കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പ്രസന്റേഷൻ ഉണ്ട്, അത് പറഞ്ഞതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം, അതിന് നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള കാർബൺ ബേണിംഗ് ആണ്. അത് ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റി നമ്മൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ, നിലക്കരിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഏകദേശം 900 grams ഓഫ് CO2 ആണ് നമ്മൾ എമിറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ നാച്ചുറൽ ഗ്യാസ് ആണെങ്കിൽ 450 gram CO2 എമിറ്റ് ചെയ്യും. പക്ഷേ ന്യൂക്ലിയർ എനർജിയിൽ എമിറ്റ് ചെയ്യുന്ന CO2 എന്ന് പറയുന്നത് വെറും 10 gram ആണ്. അതുകൊണ്ടാണ് ന്യൂക്ലിയർ എനർജിയെ ക്ലീൻ എനർജി എന്ന് നമ്മൾ മറ്റൊരു പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോ നമുക്ക് എനർജി ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഏതൊരു ഡെവലപ്മെന്റിന്, നമ്മുടെ സ്വന്തമായിട്ടാണെങ്കിലും രാജ്യത്തിനാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും ഡെവലപ്മെന്റിന് വളരെ അത്യാവശ്യം എനർജിയാണ്. ആ എനർജി ഉൽപ്പാദിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് വന്നിട്ട് ഇപ്പോൾ നേരിടുന്ന പ്രശ്നം കാർബൺ എമിഷനാണ്, കാലാവസ്ഥാ വ്യതിയാനമാണ്. അപ്പൊ കാലാവസ്ഥാ വ്യതിയാനത്തിന് നമ്മുടെ വന്നിട്ട് നിയന്ത്രിക്കണമെങ്കിൽ എനർജിയെ നിയന്ത്രിച്ചുകൊണ്ടാവാം, പക്ഷെ എനർജി ഇല്ലാണ്ട് നമുക്ക് ഡെവലപ്മെന്റ് ചെയ്യില്ല. അപ്പൊ അവിടെയാണ് ന്യൂക്ലിയർ എനർജിയുടെ പ്രശസ്തി. അപ്പൊ ന്യൂക്ലിയർ എനർജി വന്നിട്ട് ഒരു ക്ലീൻ ആൻഡ് ഗ്രീൻ എനർജി ആണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് പല രാജ്യങ്ങളും ഇന്ന് അനുകൂലമായിട്ടുള്ള സമീപനം എടുത്തിട്ടുള്ളത്. നമുക്കറിയാം UAE ഏറ്റവും ഹൈഡ്രോ കാർബൺ റിസോഴ്സ് ഉള്ള രാജ്യമാണ്. അവിടെ ഇന്ന് 4 ആണവ നിലയങ്ങളാണ് ഓടുന്നത്. അവിടെയുള്ള 25% ഇലക്ട്രിസിറ്റി ഇന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് UAE രാജ്യത്തിൽ വന്നിട്ട് ആണവ നിലയത്തിൽ നിന്ന് ആണ്. ചെയിൻ റിയാക്ഷനാണ്. ആ ചെയിൻ റിയാക്ഷനാണ് ഇത് കൂടി നടത്തുന്ന ചെയിൻ റിയാക്ഷനാണ്. ആ ചെയിൻ റിയാക്ഷന്റെ ലൂടെയാണ് ന്യൂക്ലിയർ ഫിഷനിലൂടെ നമ്മൾ വൈദ്യുതി ജനറേറ്റ് ചെയ്യുന്നത്. അതിനെന്താണ് നല്ല കാര്യമാണ്, അത് ചെയ്യാം. നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം, കുറഞ്ഞ ചെലവിൽ വൈദ്യുതി ഉണ്ടാകും. അപ്പോഴാണ് അപകടങ്ങൾ ഉണ്ടായത്. ഇപ്പൊ 2011
ഫുക്കുഷിമയിൽ ജപ്പാനിൽ ഒരു 9.1 സ്കെയിലിൽ എർത്ത് ഉണ്ടായി, ഭൂകമ്പം ഉണ്ടായി, ഭയങ്കര നാശനാശം, സുനാമി ഉണ്ടായി അല്ലേ. ആ എർത്ത് സുനാമി ഉണ്ടായി. ആ സുനാമി വന്ന് ഇത് തന്നെ തകർന്നു. ഫുക്കുഷിമയിൽ തകർന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡാമേജ് ആയിരുന്നു. ലോകത്ത് ഈ ഇത് വെച്ചുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ വേറെ പല സ്ഥലങ്ങളിൽ ചെർണോബിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ചെർണോബിൽ ദുരന്തം ഉണ്ടായി, ഇങ്ങനെ ദുരന്തം ഉണ്ടായി. അപ്പൊ ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആളുകൾ ഇതിൽ നിന്ന് പതിയെ പിന്മാറി. അതാണ് ഇപ്പോഴത്തെ പ്രോബ്ലം. അപ്പൊ ഒറ്റ പ്രശ്നമാണ്. ഇപ്പൊ എന്നോട് ഒരാൾ ഞാനിപ്പോൾ സംസാരിച്ചപ്പോൾ ഫോണിൽ സംസാരിച്ചപ്പോൾ സാർ ഒറ്റ കാര്യം പറയണം, അതായത് കൂടംകുളത്ത് ഇപ്പോൾ ഓൾറെഡി ഒരു പ്രോജക്റ്റ് ഉണ്ട്, അതിനെ ഓഗ്മെന്റ് ചെയ്ത് കൂടുതൽ ജനറേറ്റ് ചെയ്ത് നമുക്ക് കേരളത്തിലേക്ക് മേടിക്കാന്ന് പറഞ്ഞാൽ കേരളത്തിൽ വേണ്ട. അപ്പൊ എന്താണ്, നോട്ട് ഇൻ മൈ ബാക്ക്യാർഡ് സിൻഡ്രോമാണ്. നോട്ട് ഇൻ മൈ ബാക്ക്യാർഡ്, എന്റെ അടുത്ത് വേണ്ട, വേറെ അവിടെ വേണം. ഞാൻ പറവൂർ മാർക്കറ്റ് വലിയതായിട്ട് റിനോവേറ്റ് ചെയ്തു. അപ്പൊ യൂറിനൽ വേണം, വാഷ്റൂം വേണം, അത് ചെയ്യാൻ പോയി. അപ്പോൾ എല്ലാ കടക്കാരും കൂടി വരുന്നു, സാറേ എന്തായാലും സാറിന്റെ തീരുമാനം കലക്കി, എൻ്റെ കുറെ നാളായി ഇവിടെ ഒരു വാഷ്റൂം ഇല്ലാതെ, എത്ര പേരാണ് വന്നു പോകണം, പേച്ച് എവിടെ വേണം. അപ്പൊ ഈ കടക്കാരൻ പറയും അവിടെ, അത് മറ്റേ കടക്കാരൻ്റെ അപ്പുറത്ത്. അപ്പൊ ഞാൻ നേരെ നടന്ന് അപ്പുറത്ത് ചെന്നു. അപ്പൊ സാർ ഇത്രയും നല്ലൊരു തീരുമാനം എടുത്തതിന് സാറിന് അഭിനന്ദിക്കുന്നു. അപ്പൊ ഞാൻ വലിയ ഏറ്റുവാങ്ങി അഭിനന്ദനം. അപ്പൊ ഞാൻ പറഞ്ഞത് എവിടെയാണ് വേണ്ടത്, അത് അപ്പുറത്ത്, നേരത്തെ ആദ്യം മറ്റവൻ പറഞ്ഞ സ്ഥലത്ത് കടയിൽ. അതാണ് ഈ നോട്ട് ഇൻ മൈ ബാക്ക്യാർഡ് സിൻഡ്രോം എന്ന് പറയുന്നത്. അതൊരു അസുഖമാണ്, നമുക്ക് എല്ലാവർക്കും ഉള്ള. ഇപ്പൊ ഞാൻ ഇന്നലെ പോയപ്പോഴും ഒരു കംപ്ലൈന്റ് ചെയ്ത്, സ്കൂളിൽ ഒരു ഇത് വരാൻ പോകും, നമ്മുടെ അടുത്ത് വേണ്ട എന്ന് പറയുന്ന, നമ്മുടെ അടുത്ത് വേണ്ട, നമുക്കതിന്റെ ബെനിഫിറ്റ് കിട്ടണം, പക്ഷെ നമ്മുടെ അടുത്ത് വേണ്ട. തമിഴ്നാട്ടിൽ പാവങ്ങൾ കൂടംകുളത്ത് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്, അത് ഓഗ്മെന്റ് ചെയ്ത് അതിന്റെ കപ്പാസിറ്റി കൂട്ടിയിട്ട് ഒരു 1000 മെഗാവാട്ട് കൂട്ടി തന്നാണ്. ഞങ്ങൾ കേരളത്തിലേക്ക് 1000 മെഗാവാട്ട് എടുത്തോളാം, ഏറ്റവും എളുപ്പത്തിലുള്ള കാര്യമാണ് ഇത്. ഇതിന്റെ അപകട സാധ്യതകൾ, ഈ സേഫ്റ്റി, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, അത് നമ്മൾ ഗൗരവതരമായി ചർച്ച ചെയ്യണം. കാരണം കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന്റെ പ്രത്യേകത, കേരളത്തിന്റെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, കേരളത്തിന്റെ ജനസാന്ദ്രത ഇല്ലേ, സീരിയസ് ആയിട്ടുള്ള കാര്യമാണല്ലോ. കേരളത്തിന്റെ ജനസാന്ദ്രത, ഇത്രയും ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഉള്ള സ്ഥലമില്ല. പിന്നെ നമ്മുടെ പ്രത്യേകത എന്താ, വെസ്റ്റേൺ ഗാർഡ്സ്. ഇപ്പൊ പ്രപ്പോസൽ എന്ന് പറയുന്നത് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നത് വെസ്റ്റേൺ ഗാർഡ്സിൽ ഇത് വയ്ക്കാൻ, വെസ്റ്റേൺ ഗാർഡ്സിൽ ഇത് വെക്കുന്നത് അനുയോജ്യമാണ്. നമ്മുടെ ഏറ്റവും വലിയ ഫ്ലോറ ആൻഡ് ഫോണ ഉള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ ക്ലൈമറ്റ് കണ്ടീഷൻസ് അവിടെ എന്താണ്, അവിടെ ഇതുപോലത്തെ ഒരു സ്ഥാപനം കൊണ്ടുവന്നുള്ള ബുദ്ധിമുട്ട് എന്താണ്. പിന്നെ ഇത്രയും ഒരു അപകടം ഉണ്ടായി, എപ്പോഴും നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് വയ്ക്കുന്ന എന്തിനാ. ഇപ്പോൾ ഒരു കെട്ടിടം പണിയുമ്പോൾ, ഇപ്പോൾ ഈ കെട്ടിടം പണിതപ്പോൾ ഈ കെട്ടിടത്തിൽ ഫയറിന്റെ എക്യുപ്മെന്റ്സ് കൊണ്ടു വയ്ക്കുന്നത് എന്തിനാ, തീപിടുത്തം ഉണ്ടാവുമെന്ന്. തീപിടുത്തം ഉണ്ടാകരുതെന്നാണ് നമ്മുടെ ആഗ്രഹം. തീപിടുത്തം ഉണ്ടായാൽ ഇതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്ന് വയ്ക്കാൻ വേണ്ടി. അപ്പൊ നമുക്ക് സേഫ്റ്റി മെഷേഴ്സ് വേണം. ആ സേഫ്റ്റി മെഷേഴ്സ് അവിടെ വെച്ചാൽ നമുക്കൊരു ഇവാക്യുവേഷൻ പ്ലാൻ വേണം. ഒരു അപകടം ഉണ്ടായാൽ കൂടംകുളത്തൊക്കെ കാണുന്നത് ഇവാക്യുവേഷൻ. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം കൊണ്ട് ഇഫക്ട് ന്യൂസ്. ബൈ ബൈ.